Nipple conditions എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് വിണ്ടുകീറിയ ഉണങ്ങിയ മുലക്കണ്ണുകൾ, പരന്ന അല്ലെങ്കിൽ വിപരീത ദിശയിൽ ഉള്ള മുലക്കണ്ണുകൾ. ആദ്യത്തേത് വിണ്ടുകീറിയ ഉണങ്ങിയ മുലക്കണ്ണുകൾ. ഇവിടെ അമ്മയ്ക്ക് വിണ്ടുകീറിയ രക്തം വരുന്ന മുലക്കണ്ണുകളാണ് ഉള്ളത്. ഇത് മുലക്കണ്ണുകൾ ചൊറിഞ്ഞ് ഉണങ്ങുവാൻ കാരണമാകുന്നു. ഇപ്പോൾ വിണ്ടുകീറിയ ഉണങ്ങിയ മുലക്കണ്ണുകൾ ഉണ്ടാകാൻ ഉള്ള വിവിധ കാരണങ്ങൾ ചർച്ച ചെയ്യാം. നിപ്പിൾ ഫീഡിംഗ്, ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയ മൂലം അണുബാധ, ഓരോ മുലയൂട്ടലിനു ശേഷം മുലക്കണ്ണുകൾ വൃത്തിയാക്കുന്ന ശീലം, കുഞ്ഞിന്റെ വായയോട് ബന്ധിച്ച നാക്ക്. നമുക്ക് നിപ്പിൾ ഫീഡിംഗിൽ തുടങ്ങാം. വിണ്ടുകീറിയ ഉണങ്ങിയ മുലക്കണ്ണുകൾ ഏറ്റവും പ്രധാനമായ കാരണം നിപ്പിൾ ഫീഡിംഗ് ആണ്. നിപ്പിൾ ഫീഡിംഗ് സമയത്ത് കുഞ്ഞിന്റെ വായയുടെ കട്ടിയുള്ള അസ്ഥി മുലക്കണ്ണിൽ ഉരസുന്നു. കുഞ്ഞ് നാക്കും വായയിലെ കട്ടിയുള്ള അസ്ഥിക്കും ഇടയിൽ വെച്ച് മുലക്കണ്ണ് പിന്നി വലിച്ച് കുടിക്കുന്നു. മുലക്കണ്ണ് ഇങ്ങനെ പിന്നി വലിയുന്നത് മുലയൂട്ടൽ വേദന ഉള്ളതാക്കി വിണ്ടുകീറിയ ഉണങ്ങിയ മുലക്കണ്ണുകൾക്ക് കാരണമാകുന്നു. ശരിയായി വായ പിടിക്കുന്നില്ല എങ്കിൽ നിപ്പിൾ ഫീഡിംഗിന് കാരണമാകുന്നു. അതിനാൽ ശരിയായി വായ പിടിക്കുന്നത് വിണ്ടുകീറിയ ഉണങ്ങിയ മുലക്കണ്ണുകൾ ഒഴിവാക്കുവാൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ സീരീസിലെ മറ്റൊരു ട്യൂട്ടോറിയലിൽ ശരിയായി വായ പിടിക്കുന്നതിന്റെ രീതികളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കുക. കൃത്യമായ വായ പിടിക്കുമ്പോൾ വിണ്ടുകീറിയ ഉണങ്ങിയ മുലക്കണ്ണുകൾ വേദന ഉണ്ടാക്കും. ശരിയായി വായ പിടിക്കുന്നത് തുടരുന്നുവെങ്കിൽ സാവധാനം ക്രമേണ അത് വേദന ഇല്ലാതാക്കുന്നു. അടുത്തത് ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയ മൂലം ഉള്ള അണുബാധയാണ്. അമ്മയ്ക്ക് മുലയിൽ ഫംഗൽ അഥവാ ബാക്ടീരിയ അണുബാധയുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കണം. അടുത്തതായി ചില അമ്മമാർക്ക് ഓരോ മുലയൂട്ടലിനു മുൻപും മുല വൃത്തിയാക്കുന്ന ശീലം ഉണ്ട്. ഇത് മുലക്കണ്ണുകൾ വരണ്ടതാക്കി മാറ്റുന്നു. അതിനാൽ ഈ ശീലം ഒഴിവാക്കണം. കുളിക്കുന്ന സമയത്ത് ഒരിക്കൽ മുലക്കണ്ണുകൾ കഴുകി വൃത്തിയാക്കാൻ കഴിയും. എന്നിരുന്നാലും വിണ്ടുകീറിയ മുലക്കണ്ണുണ്ടെങ്കിൽ ഓരോ മുലയൂട്ടലിനു ശേഷം അമ്മ കഴുകി വൃത്തിയായിരിക്കണം. വൃത്തിയാക്കിയ ശേഷം മുറിവിൽ ആദ്യം വരുന്ന പാൽ തേക്കണം. അണുബാധ തടഞ്ഞ് രോഗവിമുക്തമാക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങൾ ആദ്യത്തെ പാലിൽ അടങ്ങിയിരിക്കുന്നു. അങ്ങനെ കുഞ്ഞിന്റെ വായ്ക്കുള്ളിൽ ജീവാണുക്കൾ മുലക്കണ്ണിൽ കയറുന്നത് തടയുന്നു. അടുത്തത് കുട്ടിയുടെ വായയോട് ബന്ധിച്ച നാക്ക്. ടങ് ടൈ എന്നത് കുഞ്ഞിന്റെ നാക്ക് വായയുടെ ഉൾഭാഗവുമായി ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് വളരെ അപൂർവമായ അവസ്ഥയാണ്. നിപ്പിൾ ഫീഡിംഗ് പൊതുവായി നാക്ക് വായയുമായി ചേർന്ന് കണ്ടുവരുന്ന അവസ്ഥയാണ്. കുട്ടിക്ക് നാക്ക് വായയുമായി ചേർന്ന് ഉണ്ടെങ്കിൽ ശരിയായി വായ പിടിക്കുവാൻ കഴിയില്ല, ശസ്ത്രക്രിയ വേണ്ടിവരും. അത്തരം സന്ദർഭങ്ങളിൽ അമ്മ ഡോക്ടറെ സമീപിക്കണം. ഇപ്പോൾ വരണ്ട അല്ലെങ്കിൽ വിണ്ടുകീറിയ മുലക്കണ്ണുകൾക്കുള്ള ചികിത്സ ചർച്ച ചെയ്യാം. ഒരു അമ്മയ്ക്ക് വരണ്ട അല്ലെങ്കിൽ വിണ്ടുകീറിയ മുലക്കണ്ണുകൾ ഉണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തക അമ്മയുടെ മുലയും മുലക്കണ്ണും പരിശോധിക്കണം. മുലയൂട്ടുന്നതിന് മുൻപ് അമ്മയുടെ കൈകൊണ്ട് കുറച്ച് മുലപ്പാൽ പുറത്തു കളയണം. ഇത് മുല മൃദുവാക്കും, കുഞ്ഞിന് എളുപ്പത്തിൽ അറ്റാച്ച്മെന്റ് കിട്ടും. ഇത് കൂടാതെ പാൽ പുറത്തു കളയുന്നത് അണുബാധ, നിപ്പിളിലെ വ്രണങ്ങൾ, സ്തനവീക്കം എന്നിവ കുറയ്ക്കും. എന്നിട്ട് അമ്മ തന്റെ കുഞ്ഞിനെ ശരിയായി മുലയിലേക്ക് അടുപ്പിക്കണം. ഓർക്കുക, മുലയൂട്ടൽ തവണകൾ മുലപ്പാലിന്റെ അളവ് നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. അതിനാൽ അമ്മ മുലയൂട്ടൽ നിർത്തുവാൻ പാടില്ല. മുലയൂട്ടൽ സമയത്ത് അവൾ വേദന കുറവുള്ള ഭാഗത്ത് മുലയൂട്ടുവാൻ തുടങ്ങും. മുലയൂട്ടൽ ഇപ്പോഴും വേദനാജനകമാണെങ്കിൽ അമ്മയുടെ കൈ ഉപയോഗിച്ച് മുലപ്പാൽ പുറത്തുവരുത്തി കുട്ടിക്ക് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു കപ്പ് കൊണ്ട് പാൽ കൊടുക്കാം. കൂടാതെ മുൻപ് പറഞ്ഞതുപോലെ ഓരോ മുലയൂട്ടലിനു ശേഷവും അണുബാധയുള്ള ഭാഗത്ത് കുറച്ച് പാൽ തേക്കുക. ഓർക്കുക, രോഗമുള്ള അല്ലെങ്കിൽ രോഗമില്ലാത്ത മുലക്കണ്ണുകളിൽ പോലും താഴെ പറയുന്നവ ഉപയോഗിക്കാൻ കഴിയില്ല: സോപ്പ്, എണ്ണ, ലോഷൻ, ബാം, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ. അവ അസ്വസ്ഥത ഉണ്ടാക്കും.
അമ്മയ്ക്ക് വിണ്ടുകീറിയ വരണ്ട മുലക്കണ്ണുണ്ടെങ്കിൽ അത് സ്ഥിതി കൂടുതൽ വഷളാക്കും. കൂടുതൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അമ്മ ഡോക്ടറെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകയെ കാണണം. വിണ്ടുകീറി വരണ്ട മുലക്കണ്ണുണ്ടെങ്കിൽ പ്രസവശേഷം ഉടൻ തന്നെ മുലയൂട്ടൽ ആരംഭിക്കുക. മുലയൂട്ടുന്ന സമയത്ത് കുഞ്ഞിന്റെ ആഴത്തിൽ അടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. അടുത്തതായി ചർച്ച ചെയ്യുന്നത് പരന്ന അല്ലെങ്കിൽ വിപരീത ദിശയിലുള്ള മുലക്കണ്ണുകൾ. പരന്ന മുലക്കണ്ണുകൾ ഏരിയോളയിൽ നിന്ന് പുറത്തേക്ക് വിട്ടുനിൽക്കുന്നില്ല. വിപരീത ദിശയിലുള്ള മുലക്കണ്ണുകൾ സാധാരണയായി ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നു. പരന്ന അല്ലെങ്കിൽ വിപരീത ദിശയിലെ മുലക്കണ്ണുകൾ മുലയൂട്ടലിന് തടസ്സമില്ലെന്ന് അമ്മ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ശരിയായി വായു പിടിക്കുന്ന സമയത്ത് കുഞ്ഞ് ഏരിയോളയിൽ പിടിക്കുന്നു, നിപ്പിളിൽ അല്ല. പരന്ന അല്ലെങ്കിൽ വിപരീത ദിശയിലുള്ള മുലക്കണ്ണുകൾ ഉണ്ടെങ്കിൽ പ്രസവത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ അമ്മയ്ക്ക് സഹായം ആവശ്യമാണ്. ഈ കാലയളവിൽ ആരോഗ്യ പ്രവർത്തക ശരിയായി പിടിക്കുന്നതിനെക്കുറിച്ച് അമ്മയ്ക്ക് വിവരങ്ങൾ നൽകണം. ഇത് അവൾക്ക് ആത്മവിശ്വാസം നൽകും. ഓർക്കുക, ഒരു അമ്മയ്ക്ക് പരന്ന അല്ലെങ്കിൽ വിപരീത ദിശയിൽ മുലക്കണ്ണുകൾ ഉണ്ടെങ്കിൽ ഫലപ്രദമായ അറ്റാച്ച്മെന്റിനുള്ള മികച്ച രീതി ക്രോസ് ക്രാഡിൽ ഹോൾഡ് ആണ്. ഫുട്ബോൾ ഹോൾഡ്, സെമി റീക്ലൈനിംഗ് പൊസിഷൻ, കസേരയിൽ ചാരിയിരുന്നുകൊണ്ട് സപ്പോർട്ട് കൊടുക്കുക. ഒരു മുൻ ട്യൂട്ടോറിയലിൽ വിശദീകരിച്ചതുപോലെ ഇത് ഏത് രീതിയിൽ പിടിക്കുവാനും അമ്മ ശരിയായ രീതിയിൽ മുല പിടിക്കേണ്ടത് പ്രധാനമാണ്. കുഞ്ഞിന്റെ ചുണ്ടും അമ്മയുടെ വിരലുകളും ഒരേ ദിശയിലായിരിക്കണം. ശരിയായി വായു പിടിച്ചില്ല എങ്കിൽ മുലക്കണ്ണുകളിൽ വിള്ളൽ ഉണ്ടാക്കും എന്ന് ശ്രദ്ധിക്കുക. ഓർക്കുക, മുലയൂട്ടുവാൻ കുപ്പികൾ അല്ലെങ്കിൽ നിപ്പിൾ ഷീൽഡുകൾ ഉപയോഗിക്കരുത്. ഇത് ഒരു കുഞ്ഞിന് മുലപ്പാൽ കുടിക്കുന്നതിന് പ്രയാസമുണ്ടാകും, കൂടാതെ വിപരീത ദിശയിലുള്ള മുലക്കണ്ണുകൾ ഉണ്ടാക്കും. കുഞ്ഞിന് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് നൽകണം. ഇത് അമ്മയിൽ ഓക്സിറ്റോസിൻ റിഫ്ലക്സ് ഉത്തേജിപ്പിച്ച് മുലപ്പാൽ എളുപ്പത്തിൽ പുറത്തുവരാൻ സഹായിക്കും. എല്ലായ്പ്പോഴും ഓർക്കുക, ശരിയായ നിപ്പിൾ കണ്ടീഷൻ ചെയ്യുന്നതിന് ശരിയായി വായു പിടിക്കുന്നത് പ്രധാന ഘടകമാണ്. മുലയൂട്ടുന്ന അമ്മമാരിൽ മുലക്കണ്ണുകളുടെ വിവിധ അവസ്ഥയെക്കുറിച്ചുള്ള ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഈ ട്യൂട്ടോറിയലിൽ നാം വരണ്ട അല്ലെങ്കിൽ വിണ്ടുകീറിയ മുലക്കണ്ണുകളെക്കുറിച്ച് പഠിച്ചു. പരന്ന അല്ലെങ്കിൽ വിപരീത ദിശയിലുള്ള മുലക്കണ്ണുകൾ. ഈ ട്യൂട്ടോറിയൽ സംഭാവന ചെയ്തത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് IIT ബോംബെ ആണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിന് NMEICT, MHRD എന്നിവർ ഫണ്ട് കൊടുക്കുന്നു. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിലുണ്ട്. വീൽസ് ഗ്ലോബൽ ഫൗണ്ടേഷൻ ഈ ട്യൂട്ടോറിയലിന് ഭാഗികമായി ഫണ്ട് നൽകുന്നു. ഈ ട്യൂട്ടോറിയൽ മാ ഓർ ശിശു പോഷൻ പദ്ധതിയുടെ ഭാഗമാണ്. ഈ ട്യൂട്ടോറിയൽ ഡൊമൈൻ റിവ്യൂ ചെയ്യുന്നത് ഡോക്ടർ രുബൽ ദലാൽ, MD, ശിശു സംരക്ഷണ വിഭാഗം. ഇത് IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.